എല്ലാവരും ഇങ്ങോട്ട് നോക്കി. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ എനിക്ക് മാസം 4 കിലോ അരി ഉള്ളൂ. ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഈ 4 കിലോ അരി കൊണ്ട് ഞാൻ എങ്ങനെ പുഷ്ടിയായിട്ട് ജീവിക്കും? എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. അപ്പുവൻചാണ്ടിയുടെ കാലത്ത് ആഴ്ചയിൽ 5 കിലോ അരി ഉണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? എനിക്ക് 600 രൂപ മതിയായിരുന്നു. ആ 600 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ സാധനം മേടിച്ചാൽ ബാക്കി എനിക്ക് 400 രൂപ മിച്ചായിരുന്നു. പിന്നെ അത് തന്നെയല്ല ചേട്ടെ. പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞ കാർഡ് കൊടുത്തിട്ടുണ്ട്. എന്നെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് തന്നിട്ടില്ല. 2 നില 3 നിലയുള്ള വീട്ടുകാർക്ക് മഞ്ഞ കാർഡ് പോയേക്കണേ. രാഷ്ട്രീയം നോക്കിയാൽ ഞങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ല ഒന്നത്. പിന്നെ അത് തന്നെയല്ല, ഞാൻ മനോരമ വാർത്തയിലൊക്കെ കാണുന്നതാ. ഈ ഉമ്മൻചാണ്ടി 1 മണിക്കൂർ 10 ലക്ഷം രൂപ 10 ലക്ഷത്തിൻ്റെ വിമാനം പറപ്പിക്കുന്നുണ്ട്. ഒന്നത് നീന്തിക്കുളം താത്തുണ്ട്. ഞങ്ങളുടെ ഈ പിച്ചച്ചട്ടിയിൽ എന്തൊരു കൈയിടുന്നു? കഷ്ടം. ഞങ്ങളുടെ പിച്ചച്ചട്ടിയിൽ എന്തൊരു കൈയിടുന്നു? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എന്നെ ഈ എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ കാർഡും കൊണ്ട് പഞ്ചായത്തിൽ ചെന്നപ്പോൾ പറഞ്ഞ് അസംബ്ലിയിൽ പോയി എന്നോട് സത്യാഗ്രഹം കിടക്കാനാ പറയുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക് സത്യാഗ്രഹം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഇവിടെ പല നേതാക്കന്മാരും പന്തലിട്ട് വക്കറ്റ് വെച്ച് സമരം നടത്തി ഇവിടെ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് കേന്ദ്രത്തിൽ പോയി അസംബ്ലിയിൽ പോയി സമരം ചെയ്യാൻ പറയണത് എന്നാ മര്യാദയാ? ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. ഇപ്പൊ പറഞ്ഞ സഖാവിനോട് പറ. ആ സഖാവ് എന്നതാ പറഞ്ഞേ? നിന്നെടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവന്. ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് 600 രൂപ 1600 രൂപ വീട്ടിൽ കൊണ്ടു തരാമെന്ന് പറഞ്ഞ നേതാവ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ നേതാവിനോട് എനിക്കൊന്ന് കാണുമെന്ന് പറ. അന്ന് അതായത് ഒത്തിരി കാര്യം പറയാനുണ്ട്. ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അതാത് വീടുകളിൽ പോയി ഞങ്ങൾക്കൊരു 1/2 കിലോ അരി തന്നിട്ടില്ല. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാണ്. ഒരു മുഖപക്ഷം നോക്കുക. ഞങ്ങൾക്ക് യാതൊരു മാർഗവും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ പിച്ച എടുക്കാൻ ഇറങ്ങിയത്. ഈ രാഷ്ട്രീയം നോക്കണ്ട, ഞങ്ങളുടെ പിച്ച ഞങ്ങൾക്ക് താ. പിച്ച. പുതിയ പരാതി എഴുതിക്കോ.